പ്രിൻസ് ആൻഡ് ഫാമിലി. അങ്ങനെ ദിലീപേട്ടൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഫാമിലി മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ലിസ്റ്റൻ സ്റ്റീഫൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസ് ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്യൂവിന് അതുപോലെ തന്നെ ജനഗണമന ഇതെല്ലാം എഴുതിയ ഷാഹിദ് മുഹമ്മദാണ് ഈ പടത്തിൻ്റെ റൈറ്റർ വരുന്നത്. അതുപോലെ തന്നെ നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നതും. ഇതിനൊക്കെ പുറമെ തന്നെ ഈ പടത്തിന് ഇത്രമാത്രം എക്സൈറ്റഡ് ആവാൻ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രിയ നായകന്റെ തിരിച്ചുവരവാണ്. അതായത് ദിലീപേട്ടൻ്റെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, അതായത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത് നോക്കുന്ന ഒരു പടമാണ് ദിലീപിന്റെ റിലീസ് എന്ന് പറയുന്ന കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിലീപേട്ടൻ്റെ അവസാനം ഹിറ്റായത് നമ്മുടെ രാമലീലയാണ്. രാമലീലയ്ക്ക് ശേഷം ദിലീപേട്ടൻ നല്ലൊരു പടം പിന്നെ റിലീസായിട്ടില്ല. അതായത് ഓരോ പടവും ഓരോന്നായിട്ട് തന്നെ പടം പൊട്ടിപ്പോവാണ് ചെയ്തത്. അതായത് ദിലീപേട്ടൻ്റെ ഇത്രയും പടങ്ങൾ പൊട്ടാൻ തന്നെ കാര്യം പറഞ്ഞത് ദിലീപേട്ടൻ തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയായിരുന്നു. അതായത് വോയിസ് സത്യനാരായണാണെങ്കിലും അല്ലെങ്കിൽ ബാന്ദ്ര ആണെങ്കിലും തങ്കമണി അല്ലെങ്കിൽ പവി കെയർടേക്കർ, അങ്ങനെ ഒരുപാട് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ മോശമായതുകൊണ്ട് മാത്രമാണ് ആ പടം അത്ര ഇതിൽ അധപതിച്ചു പോയത്. ലാലേട്ടൻ്റെ തുടരുമെന്ന പടത്തിൻ്റെ ഡയറക്ടർ തരുൺമൂർത്തി പറഞ്ഞ പോലെ ലാലേട്ടന് സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സെയിം തന്നെയാണ് ദിലീപേട്ടൻ്റെ കേസിലും. അതായത് ദിലീപേട്ടനും ഒരു സ്ലീപ്പർ സെൽ ഉണ്ട്. അതായത് ദിലീപേട്ടൻ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ ദിലീപേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർ, മലയാളി കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഈ പടം എങ്ങാനും ഹിറ്റാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ ഒറ്റക്കൊമ്പൻ വീണിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതായത് പണ്ട് തൊട്ടേ എല്ലാവർക്കും വരും ദിലീപേട്ടൻ്റെ ഒരു പടം തിയേറ്ററിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം ഗ്യാരണ്ടി പടമായിരിക്കും അല്ലേ. അതായത് ദിലീപേട്ടൻ്റെ ഈ കേസിന് ശേഷം മാത്രമാണ് ആ പടങ്ങളെല്ലാം തന്നെ ഡൗൺ ആയി പോയത്. ദിലീപേട്ടൻ്റെ ആ ഒരു കേസിന് മുന്നുള്ള ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലീപേട്ട ഒരു പടം തിയേറ്റർ വരികയാണെങ്കിൽ അതൊരു മിനിമം ഗ്യാരണ്ടി തന്നെ ആയിരിക്കും. അതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ മൈ ബോസ് അല്ലെങ്കിൽ 2 കൺട്രീസ്. നമ്മൾ എത്രമാത്രം ചിരിച്ച് അടങ്ങിയൊരു പടമാണ് എല്ലാ പടങ്ങളൊക്കെ. അതായത് മലയാളികൾക്കിടയിൽ എന്നും ദിലീപേട്ടൻ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിലീപേട്ടനെ എന്നും നമ്മൾ ജനപ്രിയ നായകൻ തന്നെ വിളിക്കുന്നത്. അതായത് ഒരു ക്രൗഡ് പുള്ളർ, അതായത് ലാലേട്ടൻ കഴിഞ്ഞാൽ അടുത്തൊരു ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത് ദിലീപേട്ടൻ തന്നെയാണ് അല്ലേ. അതായത് ഫാമിലി ഒന്നടങ്കം തിയേറ്ററിൽ എത്തിക്കാൻ ഒരു കെൽപ്പുള്ള ഒരാൾ പിന്നീടുള്ള ദിലീപേട്ടൻ തന്നെയാണ്. ദിലീപേട്ടൻ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ക്യാരക്ടറായിട്ടാണ് ഈ പടത്തിനകത്ത് വരുന്നത്. അതായത് ഒരു ബോട്ടി കോളറായിട്ടാണ് ദിലീപേട്ടൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. ഒപ്പം തന്നെ ദിലീപേട്ടൻ്റെ നായികയായിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ആളെന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പോൾ ഈ ഇൻട്രോവേർട്ടും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ ഓർഡിനറി തമ്മിലുള്ള ഒരു ഫാമിലി കൊളീഷനാണ് ഈ പടത്തിനകത്ത് കഥയുടെ പറഞ്ഞത്. എന്തായാലും നമ്മുടെ സ്വന്തം ലാലേട്ടൻ എമ്പുരാനുടെയും അല്ലെങ്കിൽ നമ്മുടെ തുടരുമെന്ന പടത്തിലൂടെയും ലാലേട്ടൻ തിരിച്ചു വന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം ദിലീപേട്ടനും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ തിരിച്ചു വരട്ടെ. ഒരുപാട് കാലം ചിരിപ്പിച്ച നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്തായാലും ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കട്ടെ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. ഓക്കെ, താങ്ക് യു.